Hi all, welcome to Competitive Cracker. ഞാൻ ദിവ്യ. ഞാൻ നീതു ജയേഷ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നതാണ്. എപ്പോഴും തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, HSI ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നുള്ളത്. ഇപ്പൊ വരുന്ന ഞാൻ തന്നെ പലതവണ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരവാവുകയാണ്, HSI ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെയുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം മിസ്സേ? തകൃതിയായിട്ട് പഠിച്ചു തുടങ്ങുക. അതെ, ഇനിയുള്ളത് പഠിത്തത്തിന്റെ നാളുകളാണ്. ഇത്രയും നാള് നമ്മള് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നുള്ള രീതിയിൽ വരുമോ, നോട്ടിഫിക്കേഷൻ വരുമോ, എന്താവും, ഈ വർഷം വരുമോ, അടുത്ത വർഷം വരുമോ, അടുത്ത വർഷമെങ്കിലും വരുമോ, ആ ഒരു രീതിയിലേക്കൊക്കെ ആയി നമ്മുടെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ പോയി. പക്ഷെ അതല്ല, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പായി വരുമെന്നുള്ള കാര്യം ഉറപ്പായി നല്ല രീതിയിൽ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കയറുമ്പോൾ ഒന്നെങ്കിൽ എന്താണ്, ഫിസിക്സ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കാം, ഈ ഒരു കാര്യമായിരുന്നു നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിൽ ഒരുമിച്ച് ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങുന്നവര് എങ്ങനെയാണ് ഈ കടമ്പകളൊക്കെ കടക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണുക. അപ്പൊ നമുക്ക് നീതു മിസ്സിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. മിസ് ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പൊ മിസ്സേ, ഈ HSI ഫിസിക്കൽ സയൻസിന്റെ സിലബസ് അനുസരിച്ച് ഫിസിക്സ് എങ്ങനെയാണ്? ടഫാണോ? ഒരുപാട് ടഫ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇവർക്ക് നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളത്തിലുള്ള വേർഡിങ്സ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. എല്ലാവരും തന്നെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും, അവർക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് അറിയായിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും ഒരു ട്രാൻസ്ലേഷൻ, ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുക്കുക മാത്രമേ ഇവർക്ക് ഇനി ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓർമ്മപ്പെടുത്തൽ. അതെ അതെ, വളരെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണോ? ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു NCERT ലെവലില് നമ്മൾ +2 വരെ ഒന്ന് ക്വസ്റ്റ്യൻസ്, ഒരു ഇച്ചിരി കൂടെ ഡിഗ്രി ലെവലിൽ ഓരോ ടോപ്പിക്കും ഒരു ബേസിക് ഐഡിയാസും കൂടെ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുറെ പേരൊക്കെ ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എങ്ങനെ പഠിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോ കയ്യിലുള്ള സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്കൽ സയൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ മിസ്സേ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയിലാണ്? 100 മാർക്കാണ്. അതില് 80 മാർക്ക് നമ്മുടെ സബ്ജക്റ്റും ബാക്കി 20 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ പേപ്പറുമാണ്. ഈ 80 മാർക്കില് 40 മാർക്ക് ഫിസിക്സും 40 മാർക്ക് കെമിസ്ട്രിയുമാണ്. അങ്ങനെയാണ് 80 മാർക്ക് പോകുന്നത്. ബാക്കി വരുന്നത് 20 മാർക്ക് ജനറൽ പേപ്പർ ആണ്. അപ്പൊ ജനറൽ പേപ്പറിൽ നിന്ന് ഏതൊക്കെയുള്ള ടോപ്പിക്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? റിനൈസൻസ്, ഫ്രീഡം മൂവ്മെന്റ്, അതായത് മൊഡ്യൂൾ 1 റിനൈസൻസ് അല്ലെ. അതുപോലെ മൊഡ്യൂൾ 2 ആകുമ്പോഴത്തേക്കും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ദ ടീച്ചിങ് ദി സബ്ജക്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതില് റിനൈസൻസ് മിസ്സേ നന്നായിട്ട് നോക്കണ്ടേ? റിനൈസൻസ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സും, അതായത് വൈകുണ്ഠസ്വാമി മുതൽ ഇങ്ങോട്ട് വന്ന ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, അങ്ങനെ വന്ന C കേശവൻ, എല്ലാവരെയും നോക്കുക. അവരുടെ പബ്ലിക്കേഷൻസ്, അവരുടെ പ്രസ്ഥാനങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിൽ ഉൾപ്പെടുത്തും. അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലെ. കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പത്രം വായിക്കണമെന്ന് പറയും. എന്നാൽ പോലും എന്താ പറയാ, പലർക്കും അത് പറ്റാറില്ല. അപ്പൊ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരും. അതായത് പല PSC എക്സാമിന് ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കുറെ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് അല്ലെ, കുറെ ടോപ്പിക്കിൽ നിന്ന് എടുത്തായിരിക്കും വരുന്നത്. ഇപ്പൊ വല്ല അവാർഡുകളൊക്കെ ആണെങ്കിൽ സ്ഥിരം അത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി മെത്തഡോളജി മിസ്സേ. മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും ഇതിൽ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഹിസ്റ്ററി ആൻഡ് കൺസെപ്റ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട്, ഞാൻ ഈ പെഡഗോഗി അല്ലെങ്കിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് നമ്മൾ പഠിക്കുമ്പോഴും എക്സാം എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയൽ ടീച്ചറായിട്ട് നിങ്ങളെ കാണുക. അതുപോലെ തന്നെ ആ ഓരോ ക്ലാസ് ആണെങ്കിലും ഒരു ടോപ്പിക് ആണെങ്കിലും പഠിക്കുമ്പോൾ
അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ കാണുമ്പോൾ നിങ്ങളെ തന്നെ ഒരു ഐഡിയൽ ടീച്ചറായി കണ്ടുകൊണ്ട് അതങ്ങ് ആൻസർ ചെയ്യുക എന്നുള്ളത്. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ആ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഇതിന് ഉത്തരം എഴുതുക അല്ലെ, അതാണ്. അപ്പൊ ഇത്രയുമാണ് ജനറൽ പാർട്ട് വരുന്നത്. ഇനി പലർക്കും ഉള്ള ഒരു ചോദ്യമാണ് ജനറൽ പാർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും ഇപ്പൊ സബ്ജക്ട് ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്ക് അത് അത്യാവശ്യം ഒരു ബേസിക് അറിയാമായിരിക്കും. നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ റാങ്കിൽ ഫ്രണ്ടിലേക്ക് വരിക എന്നുള്ളത് ഈ ജനറൽ പേപ്പറിന്റെ മാർക്ക് കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും. എല്ലാവർക്കും ഈ സബ്ജക്ട് നോളജ് ഉണ്ട്, പക്ഷെ ഈ GK അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ റിനൈസൻസ്, കറണ്ട് അഫയേഴ്സ് ഇതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തു പഠിക്കുന്നവർക്കായിരിക്കും നമുക്കറിയാം ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ എത്ര റാങ്കുകൾ വ്യത്യാസപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു നിലയിലേക്ക് വരണമെങ്കിൽ എല്ലാത്തിനും തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഈ ജനറൽ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് വായിക്കാൻ ഇത്തിരി മടിയുള്ളവരായിരിക്കും. ഒരു പരന്ന വായന നമുക്ക് അത്ര വലിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാധാന്യം ഇല്ലാണ്ട് പോകരുത്. കാരണം ജനറൽ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മെയിൻ സബ്ജക്ട് നോക്കുന്നതോടൊപ്പം ജനറൽ പേപ്പറും നോക്കി പോകണം. ഇനി പാർട്ട് ബി നമ്മുടെ ഫിസിക്സിന്റെ പോർഷനിലേക്ക് കടക്കുകയാണ്. അതിൽ മൊഡ്യൂൾ 1 ഒന്ന് പറയാമോ മിസ്സേ? ഉറപ്പായിട്ടും. പാർട്ട് ബിയിൽ നമ്മുടെ പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ ഡൈനാമിക്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് അതിലൊക്കെയുള്ള ബേസിക് ഇക്വേഷൻസ്, അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, അത് NCERT-യിൽ വരുന്നത് മുതൽ SCERT-യിൽ വരുന്നത് മുതൽ നമ്മൾ അതിന്റെ ബേസിക് ലെവൽ മുതൽ ഹയർ ലെവൽ വരെ പോകുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മൊഡ്യൂൾ 2-ൽ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ നമ്മൾ +2 ലെവലിലല്ല, നമ്മൾ ബേസിക് 9th മുതലേ പഠിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ബേസിക്കിൽ നിന്ന് തുടങ്ങി ഹയർ ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. കണ്ടില്ലേ, സെമി കണ്ടക്ടർ ഫിസിക്സ് വരെ നമ്മൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതായത് സെമി കണ്ടക്ടിങ് ഡിവൈസസ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, കുറച്ച് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. കണ്ടില്ലേ, ലോജിക് ഗേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്സിൽ നിന്ന് നമുക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇതൊക്കെ ഇതിന്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞല്ലോ. വലിയ ആ ഒരു ഇതില് എന്തുമാത്രം ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു +2 ലെവൽ അല്ലെങ്കിൽ NCERT ലെവലിൽ എത്താൻ പറ്റും. പിന്നെ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് വരുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് എൻസെമ്പിൾസ്, ഫേസ് സ്പേസ്, മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ, ഇത് ഒരു ഡിഗ്രി ലെവൽ പോർഷൻസ് നമ്മൾ കുറച്ച് നോക്കേണ്ടതുണ്ട്. അതെ അതെ. ഒപ്റ്റിക്സ് ഒക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു മൊഡ്യൂൾ അല്ലേ? അതെ, ഒപ്റ്റിക്സ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബേസിക് ലെവൽ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷനിലൊക്കെ വരുന്നത്. സ്പെക്ട്രോസ്കോപ്പി വരുമ്പോൾ, അതുപോലെ ലേസർ, അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒപ്റ്റിക്സിൽ വരുന്നതല്ല. അത് നമുക്കൊരു ഡിഗ്രി ലെവലില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ വരുന്നതാണ്. എൻസെമ്പിൾസ്, ഫേസ് സ്പേസ് ഒക്കെ അത് നമ്മളൊരു ഡിഗ്രി ലെവലിൽ തന്നെ അതിൽ ഫിസിക്സിലെ ബേസിക് അറിഞ്ഞിരിക്കണം. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോഴേക്കും പിന്നെ അത് വരുന്നത് ആറ്റമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിലെ പാർട്ടാണ് ആദ്യം വരുന്നത്. ബോർ മോഡൽ, ആറ്റം മോഡൽ വരുന്നുണ്ട്. ഇനി ഒരു കെമിസ്ട്രിയും ഫിസിക്സും കൂടെ ഒരു ഒരു ഏരിയ ആണ്. അതായത് ഇവിടെ നമുക്ക് ഫിസിക്സും പഠിക്കണം, കെമിസ്ട്രി അറിഞ്ഞിരിക്കണം. ഒരു കാര്യം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഞാൻ കണ്ടുവരുന്ന ഒരു കുട്ടികളുടെ ഒരു പ്രവണത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കെമിസ്ട്രി മെയിൻ ആയിട്ട് എടുത്തവര് കെമിസ്ട്രി കുറച്ച് അധികം അങ്ങ് പഠിക്കും. ഫിസിക്സ് പഠിക്കാൻ അവർക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സുകാർക്ക് കെമിസ്ട്രി പഠിക്കാൻ മടിയായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക, അതിൽ കുറച്ചുകൂടെ കൂടുതൽ ആ ഓപ്പോസിറ്റ് സബ്ജക്റ്റിന് പ്രാധാന്യം. നമ്മുടെ സബ്ജക്റ്റിൽ ഇപ്പൊ ഒരു വിചാരമുണ്ട്, നമുക്ക് ആ 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ. അത് ആ ഒരു വിചാരം തന്നെ തെറ്റാണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏതാണോ സബ് ഏതാണോ ഉള്ളത് അതും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇപ്പൊ കെമിസ്ട്രി ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, നമുക്ക് ഈ ഫിസിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ടഫ് ആണ്, അതുപോലെ തന്നെ പഠിക്കാൻ മടിയാണ്. അപ്പൊ ഫിസിക്സിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രോബ്ലംസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും തോന്നുന്നു. അത് ഒരുപാട് ഹയർ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ കാണാറുള്ളത്? അങ്ങനെയല്ല. ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാനസികാവസ്ഥ ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് അറിയാം എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾ പേടിക്കും, പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ ആണെന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് അറിയാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. അതായത് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി, ബേസിക് ഇക്വേഷൻസ് മനസ്സിലാക്കിയാൽ അത്ര ഭയങ്കര ഹയർ ലെവലിലുള്ളതൊന്നും വരാൻ സാധ്യതയില്ല. മിനിമം 1 or 2 ഒക്കെ വന്നാലായേ ഉള്ളൂ, അല്ലാതെ അത്ര ഭയങ്കര ഹയർ ലെവലിലൊന്നും വരാൻ സാധ്യത. നമ്മുടെ HSC എക്സാം എന്ന് പറയുന്നത് ഫിസിക്സ് മെയിൻ എടുത്തവരും കെമിസ്ട്രി മെയിൻ എടുത്തവരും എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻ വരുന്നത് 2 പേർക്കും എഴുതാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്ക്
ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അല്ലാണ്ട് ഫിസിക്സ് മാസ്റ്റേഴ്സ് ചെയ്തവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലോ കെമിസ്ട്രി മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലോ ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് അല്ലേ. ഇനി മൊഡ്യൂൾ 5 വരുമ്പോ കുറച്ചുകൂടെ ഞാൻ പറയുന്ന പോലെ ഒരു ഡിഗ്രി ലെവലില് വരുന്ന ഈ ഹൈജീൻ ഫംഗ്ഷൻസ്, ഹൈജീൻ വാല്യൂസ് ഒക്കെ കുറച്ച് ഹയർ ലെവലിലേക്ക് വരും. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ടൈം ഷോളിഞ്ചർ, വേവ് ഇക്വേഷൻ. ഇതെല്ലാം ഡിഗ്രി ലെവൽ പോർഷൻസ് ആണ് നമുക്ക് വരിക. അതുപോലെ രാമൺ ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, NMR, ഇത് ആറ്റമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൽ വരുന്നുണ്ട്. കെമിസ്ട്രിയിലും ഏകദേശം ഈ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ, അതായത് സോളിഡ് സ്റ്റേറ്റ് വരുന്നുണ്ട്. ഈ 5ാമത്തെ മൊഡ്യൂള് തൊട്ടിട്ട് നമ്മള് കെമിസ്ട്രിയും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് വരുന്നത്. ക്രൊമാറ്റോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ 5ാമത്തെ മൊഡ്യൂളിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കെമിസ്ട്രിയുടെ ബേസ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ 6ാമത്തെ മൊഡ്യൂളാണ്. ആറ്റം മോഡൽ തൊട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആറ്റം മോഡല് അതുപോലെ തന്നെ ആ ഒരു +1 +2 റേഞ്ചിലുള്ള പോർഷൻസ് കിടക്കുന്ന ഹൈബ്രിഡൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏതാണ് ഈ മൊഡ്യൂൾ 6ലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഈ പഠിച്ചു തുടങ്ങുന്നവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കെമിസ്ട്രി ആണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ മൊഡ്യൂൾ 6 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലൊക്കെ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ ബേസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ അടിത്തറയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 6ാമത്തെ മൊഡ്യൂൾ അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന ഒരു മൊഡ്യൂളാണ് 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ മൊഡ്യൂൾ ആണെങ്കിൽ കൈനറ്റിക് തിയറി ബേസ് ചെയ്തിട്ടുള്ള, അത് കുറച്ച് അത്യാവശ്യം റേറ്റ് ലോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അത്യാവശ്യം ഹയർ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 8ലേക്ക് പോവുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് തൊട്ട് ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു സിലബസ്. ഒന്ന് ചുരുക്കി ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒന്നിന്റെയും ഡെറിവേഷൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ബേസിക് ഇക്വേഷൻസ്, അത് വെച്ചിട്ട് എങ്ങനെ അതിന്റെ ടേംസ്, അതിന്റെ മീനിങ് ഇത്രയും മനസ്സിലായി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പ്രോബ്ലം വരും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കണ്ട് ഡെറിവേഷൻ ഉണ്ടാവും, അല്ലെ അത് റിലേറ്റഡ് ആയിട്ട് ആ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് കേൾക്കുമ്പോഴേ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് കൺസെപ്റ്റോ ബേസിക് തിയറിയോ ഒക്കെ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ, അതായത് ഇപ്പൊ മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എന്താണ് ഈ ഒരു സിലബസ് വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണേലും പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും എങ്ങനെയായിരിക്കും, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തന്നെ പഠിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സമയം ഇതിനു വേണ്ടി പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഇത്രയും സിലബസ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ ഫുള്ള് നമ്മളെല്ലാം പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് എല്ലാം റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്കില്ല. അതായത് ഇപ്പൊ പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, HSI ഫിസിക്കൽ സയൻസിന്റെ സിലബസ് എടുത്ത് വെക്കുക. സിലബസ് എടുത്ത് വെച്ച് ആദ്യം സിലബസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അല്ലെ. നമ്മൾ പഠിക്കുന്ന അല്ലെ നമ്മൾ എക്സാം എഴുതുന്ന സിലബസിനെ പറ്റി നമുക്കൊരു നല്ല ധാരണ ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ സിലബസ് കാണുമ്പോൾ തന്നെ ഇപ്പൊ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയും, ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയും, അതുപോലെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് പറയും. അത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് കെമിസ്ട്രി പഠിക്കും. നമുക്ക് ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ക്ലബ് ചെയ്ത് പഠിക്കാവുന്ന കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ഈ സിലബസിലുള്ളത്. ഓക്കെ, അപ്പൊ HSI ഫിസിക്കൽ സയൻസ് ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നോക്കുക, നല്ലൊരു ഓഫറോട് കൂടിയാണ് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും അല്ലെ നമ്മുടെ കൂടെ ചേർന്ന് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാകട്ടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കോഴ്സിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ച് ആണ്. അതുപോലെ തന്നെ സിലബസ് വൈസ് റെക്കോർഡ്
ഞങ്ങളുടെ ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ജനറൽ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലൈവ് തരും. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഉണ്ട് ആ ഒരു ബാച്ചിൽ അല്ലേ? ഇത് മിസ് ഫിസിക്സ് ആയിട്ടുണ്ട്, ഞാൻ കെമിസ്ട്രി ആയിട്ടുണ്ട്, അതുപോലെ ഡോക്ടർ രമ്യ, അങ്ങനെ എല്ലാവരും തന്നെ നിങ്ങൾക്കുണ്ട്. അപ്പൊ ആർക്കെങ്കിലും തനിയെ പഠിച്ചെത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ നിൽക്കുവാണ്, നിങ്ങൾക്ക് വേണ്ട സോഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. നമുക്ക് ധൈര്യമായിട്ട് അടുത്തൊരു HSC ഫിസിക്കൽ സയൻസ് എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന്റെ ഓഫർ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ മിസ്സേ? ഉറപ്പായിട്ടും നമ്മളെല്ലാരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു ഷോർട്ട് ആക്കി ഒരു ക്യാപ്സ്യൂൾ ആക്കി നിങ്ങൾക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ വേറൊന്നുമില്ല മിസ്സേ, നമ്മള് ക്രിസ്മസ് ആഘോഷത്തിലേക്കാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക, CCയുടെ വക, അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്.